നമസ്കാരം. ഈ വർഷാവസാനത്തോടുകൂടി പല പ്രവാസികളും UAE വിടേണ്ടി വരും. പിന്നെ UAEയിൽ തങ്ങിയാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് തടവ് ശിക്ഷയും പിഴയും ഒക്കെ ആയിരിക്കും. UAE പ്രഖ്യാപിച്ച പൊതുമാപ്പ് ഡിസംബർ 31 അവസാനിക്കും. അനധികൃതമായി രാജ്യത്ത് തങ്ങുന്നവർ രാജ്യം വിടുകയോ താമസം നിയമാനുസൃതമാക്കുകയോ ചെയ്യണമെന്ന് UAE മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 31-നകം താമസരേഖകൾ ശരിയാക്കുകയോ രാജ്യം വിട്ടുപോവുകയോ ചെയ്യാത്തവർ നിയമ നടപടി നേരിടേണ്ടി വരും. രാജ്യത്ത് 2024 സെപ്റ്റംബർ 1 പൊതുമാപ്പ് പ്രഖ്യാപിച്ചത്. 2 മാസത്തേക്കായിരുന്നു ആദ്യം പൊതുമാപ്പെങ്കിലും അപേക്ഷകരുടെ എണ്ണം വർദ്ധിച്ചതോടെ പൊതുമാപ്പിന്റെ ആനുകൂല്യം ഡിസംബർ 31 വരെ നീട്ടുകയായിരുന്നു. ഇനിയും പൊതുമാപ്പ് നീട്ടില്ലെന്ന് നേരത്തെ തന്നെ അധികൃതർ അറിയിച്ചിരുന്നു. പൊതുമാപ്പ് കാലയളവിൽ രാജ്യം വിട്ടുപോകുന്നവർ UAEയിലേക്ക് തിരിച്ചുവരാൻ അനുമതി ഉണ്ടാകും. ഡിസംബർ 31 പൊതുമാപ്പ് അവസാനിക്കുമെന്നും ഇനി ഇത് നീട്ടില്ലെന്നും അധികൃതർ ആവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സമയം പ്രയോജനപ്പെടുത്തണമെന്നും മുന്നറിയിപ്പിലുണ്ട്. രാജ്യം വിട്ടില്ലെങ്കിൽ ആജീവനാന്ത വിലക്കിൽ വരെ നാടുകടത്താം. എക്സിറ്റ് പെർമിറ്റ് ലഭിച്ച ശേഷം മാത്രം വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്യണമെന്നും പറഞ്ഞു വെക്കുന്നുണ്ട്. ഡിസംബർ മാസം ആയതുകൊണ്ട് തന്നെ കേരളം അടക്കമുള്ള വിവിധ സംസ്ഥാനങ്ങളിലേക്ക് ടിക്കറ്റ് നിരക്ക് കൂടുതലാണ്. എക്സിറ്റ് പാസ് ലഭിച്ചാൽ 14 ദിവസത്തിനകം രാജ്യം വിടണമെന്നായിരുന്നു നിർദ്ദേശം. എന്നാൽ പൊതുമാപ്പ് കാലാവധി അവസാനിക്കും മുമ്പ് രാജ്യം വിടണമെന്നുള്ളതാണ് പുതിയ നിർദ്ദേശം. ജനുവരി മുതൽ കൃത്യമായ പരിശോധനകൾ ഉണ്ടാകും. അനധികൃത താമസക്കാർക്ക് പിഴ ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ നേരിടേണ്ടി വരും. നിയമം ലംഘിച്ച് രാജ്യത്ത് തങ്ങി പിടിക്കപ്പെടുന്നവർക്ക് നിയമലംഘനത്തിന്റെ വ്യാപ്തി അനുസരിച്ച് ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തി നാട് കടത്തും. പിന്നീട് UAEയിലേക്ക് തിരിച്ചു വരാനാകില്ല. ഇനി പ്രധാന വിസ നിയമലംഘനങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതിൽ ആദ്യത്തേത് ഓവർ സ്റ്റേയിങ് ആണ്. രണ്ടാമത്തേത് നിയമവിരുദ്ധമായ തൊഴിൽ. മൂന്നാമത്തേത് റെസിഡൻസി പെർമിറ്റ് പുതുക്കാതിരിക്കൽ എന്നിവയാണ്. ഓവർ സ്റ്റേയിങ് എന്ന് പറഞ്ഞാൽ വിസ കാലാവധി കഴിഞ്ഞും രാജ്യത്ത് അനധികൃതമായി തങ്ങുന്നതാണ്. ഇത്തരം നടപടികൾ കനത്ത പിഴയിലേക്കും നാടുകടത്തലിലേക്കും നയിച്ചേക്കും. വിസകൾ അനുവദിച്ചിരിക്കുന്ന സമയത്തിനകം പുതുക്കുകയും നിയമങ്ങൾ പാലിക്കുകയും വേണം. നിയമവിരുദ്ധമായ തൊഴിൽ എന്ന് പറയുന്നത് സാധുവായ വർക്ക് പെർമിറ്റ് ഇല്ലാതെ ജോലി ചെയ്യുന്നതാണ്. ഇത് ഗുരുതരമായ നിയമലംഘനമാണ്. ഇത് തൊഴിലുടമയെയും ജീവനക്കാരനെയും പ്രതിസന്ധിയിലാക്കും. വർക്ക് പെർമിറ്റ് ഇല്ലാതെ ജോലി ചെയ്യുന്നവരെ UAE നിയമപ്രകാരം നാടുകടത്തും. കൂടാതെ തൊഴിലുടമയ്ക്ക് മേൽ കനത്ത പിഴയും ചുമത്തും. ഇനി റെസിഡൻസി പെർമിറ്റ് പുതുക്കാതിരിക്കലിനെ കുറിച്ചാണ്. റെസിഡൻസി പെർമിറ്റുകൾ കാലാവധി തീരുന്നതിന് മുമ്പ് പുതുക്കേണ്ടത് താമസക്കാരുടെ ഉത്തരവാദിത്തമാണ്. ഇതിൽ കാലതാമസമുണ്ടായാൽ നാടുകടത്തലിലേക്ക് നയിച്ചേക്കാം. അനേകം പ്രവാസികൾക്ക് പൊതുമാപ്പ് അനുഗ്രഹമായിരുന്നു. വിസ കാലാവധി കഴിഞ്ഞിട്ടും പുതുക്കാനാവാതെ ഒളിവ് ജീവിതത്തിൽ കഴിയുന്നവരും ഒട്ടേറെയാണ്. ഒടുവിൽ സർക്കാരിന്റെ പൊതുമാപ്പ് ലഭിച്ച് നാട്ടിലേക്ക് ഒന്നുമില്ലാതെ മടങ്ങേണ്ടി വരുന്നവർ ആയിരക്കണക്കിനാണ്. ക്രെഡിറ്റ് കാർഡിന്റെ നിയന്ത്രിക്കാനാവാത്ത ഉപയോഗത്തിൽപ്പെട്ട് ജീവിതം കടക്കണിയിലായവർ മറ്റൊരു വിഭാഗം. ഇനിയും ഒട്ടേറെ പേർ പൊതുമാപ്പ് ആനുകൂല്യം പ്രയോജനപ്പെടുത്താനുണ്ടെന്നാണ് അറിയുന്നത്. 2025 ജനുവരി 1 മുതൽ അനധികൃതമായി UAEയിൽ തങ്ങാനാവില്ല. പിടിക്കപ്പെട്ടാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് കടുത്ത ശിക്ഷയായിരിക്കും. പൊതുമാപ്പ് പോലെയുള്ള വിശാല മനസ്ഥിതിയുള്ള സൗജന്യങ്ങൾ എക്കാലവും ആവർത്തിച്ചൊന്നും വരില്ല. രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധവും രാജ്യാന്തര സൗഹൃദവുമാണ് ഇത്തരം ഉദാര തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ ഒരു രാജ്യത്തെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രവാസികൾ പൊതുമാപ്പ് ആനുകൂല്യം പരമാവധി പ്രയോജനപ്പെടുത്തണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.